ഈ അനുഭവം എൻ്റെ മുത്തശ്ശന് സംഭവിച്ചതാണ്. വർഷങ്ങളായി അദ്ദേഹം ഒരിക്കലും പറയാത്ത കാര്യമാണിത്. അദ്ദേഹം അത് മറന്നുപോയത് കൊണ്ടല്ല, മറിച്ച് അത് അദ്ദേഹത്തെ വേട്ടയാടുന്നത് കൊണ്ടാണ്. 1971 ഇത് സംഭവിച്ചത്. മുത്തശ്ശൻ അനുഭവിച്ചത് ആരും വിശ്വസിക്കാത്ത ഒന്നായിരുന്നു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഈ കഥ എന്നോട് പറഞ്ഞത് വിറക്കുന്ന കൈകളോടെയാണ്. എൻ്റെ മുത്തശ്ശൻ ഒരു കൃഷിക്കാരനായിരുന്നു, ശക്തനും ലളിതനും ദയാലുവും. എന്നാൽ 1971 അദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങൾ വലുതായി. ജോലി ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്ര ഭാരമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയിൽ സഹായിക്കാൻ അദ്ദേഹം 2 കാളകളെ വാങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള രവി 2 ആരോഗ്യമുള്ള കാളകളെ വിൽപ്പനക്ക് വെച്ചിരുന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. രവി വളരെ ദൂരെയായിട്ടാണ് താമസിച്ചിരുന്നത്. അവിടേക്ക് പോകേണ്ട വിദൂര പാതയിലൂടെ ജീപ്പുകളോ ബസ്സുകളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നടന്നിട്ട് പോകേണ്ടി വരും. അങ്ങനെ മുത്തശ്ശൻ തന്റെ ഒറ്റ സുഹൃത്തായ കൃഷ്ണനോടൊപ്പം വൈകുന്നേരം നടത്തം ആരംഭിച്ചു. രാത്രി അവിടെ വിശ്രമിച്ച് രാവിലെ കാളകളുമായി മടങ്ങാൻ തീരുമാനിച്ചിരുന്നു. അവർ നടക്കുമ്പോൾ തെങ്ങുകൾക്ക് പിന്നിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. ആകാശം ഓറഞ്ച് നിറമായും പിന്നീട് പർപ്പിൾ നിറമായും മാറി. അവർ ഒരു ചെറിയ കുടത്തിൽ വെള്ളം കൊണ്ടുപോയിരുന്നു. പക്ഷെ അത് വേഗത്തിൽ ശൂന്യമായി. രാത്രി ആയപ്പോഴേക്കും അവർ വിയർപ്പിൽ നനഞ്ഞിരുന്നു. അവരുടെ തൊണ്ടകൾ വരണ്ടു. അപ്പോഴാണ് അവർ അത് കണ്ടത്. അകലെ ഒരു വിളക്ക് പോലെ ഒരു മങ്ങിയ വെളിച്ചം. മരങ്ങൾക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ശാന്തമായ ഗ്രാമം. ആരോടെങ്കിലും വെള്ളം ചോദിക്കാമെന്ന പ്രതീക്ഷയിൽ അവർ അതിലേക്ക് തിരിഞ്ഞു. 4-5 വീടുകൾ മാത്രമേ കാണാമായിരുന്നുള്ളൂ. ഒന്നിന്റെ വരാന്തയിൽ നിന്ന് മിന്നിമറിയുന്ന വെളിച്ചം തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശനും കൃഷ്ണനും അതിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ വിചിത്രമായ നിശബ്ദതയായിരുന്നു. കൃഷ്ണൻ മുത്തശ്ശനോട് പറഞ്ഞു, "വാ, നമുക്ക് പോയി വെള്ളം ചോദിക്കാം." മുത്തശ്ശൻ അതേന്ന് തലയാട്ടി. അങ്ങനെ അവർ ആ ഒരു വീടിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് അവർ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. വീടിന്റെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. അവർ ഉള്ളിലേക്ക് നടന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർ ഇറങ്ങാൻ പോകുമ്പോഴായിരുന്നു ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതെ, അടുക്കളയിൽ നിന്നും ഒരു വെളിച്ചം വരുന്നുണ്ട്. അങ്ങനെ അവർ അതിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് അത് കണ്ടത്. അടുപ്പ് കത്തുന്നുണ്ടായിരുന്നു. അതിനർത്ഥം ഇത്രയും നേരം ഇവിടെ ആരോ ഉണ്ടായിരുന്നു. ചിലപ്പോൾ പുറത്ത് മരക്കഷ്ണങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ടാകും. അപ്പോഴാണ് അവർ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. എന്തോ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു അടുപ്പിന്റെ തൊട്ട് മുന്നിൽ തന്നെ. അതൊരു ഇറച്ചിയായിരുന്നു. അതവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു. പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ആടിന്റെ ഇറച്ചി ആയിരുന്നില്ല, ഒരു ചിക്കന്റെയും അല്ല, അതുകൂടാതെ ഒരു കാളയുടെയും അല്ല. കാരണം അതിന് അത്രത്തോളം നീളമുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അവരുടെ മനസ്സിൽ ഒരു സംശയം വന്നത്. സംശയമായിരുന്നില്ല, അവർ അത് ഉറപ്പിച്ചിരുന്നു. അതെ, ഇതൊരു മനുഷ്യന്റെ ഇറച്ചിയാണ്. അതിന് കൈകളുണ്ടായിരുന്നു. അതുകൂടാതെ അതിന് ചർമ്മത്തിൽ കടിച്ച പാടുകളും. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവർക്ക് രണ്ടുപേർക്കും എന്താണ് സംഭവമെന്ന് പിടികിട്ടിയിരുന്നു. കൃഷ്ണൻ പറഞ്ഞു, "നിനക്ക് ഇത് മനസ്സിലായോ?" അപ്പോഴാണ് വീടിന്റെ പുറകുവശത്തിൽ നിന്നും ആ ഒരു ശബ്ദം വന്നത്. "ആരാണ് അവിടെ?" ഒരു വൃദ്ധന്റെ ശബ്ദമായിരുന്നു. അവർ അവിടെ വിറച്ചു. പിന്നീട് അവർ ഒന്നും നോക്കിയില്ല. കൃഷ്ണനും അതുകൂടാതെ മുത്തശ്ശനും വീടിന്റെ പുറത്തേക്ക് ഓടുകയാണ്. അവർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർ ഒരുപാട് നേരത്തേക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ നല്ല രീതിയിൽ തന്നെ ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഹൃദയമെടുപ്പ് പോലും അവർക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത്, "എടാ, ആ ഒരു വീട്ടിലുള്ളത് നരഭോജികളാണ്. നീ ഇത് ആരോടും പറയരുത്." മുത്തശ്ശൻ പറഞ്ഞു. രാത്രി ആയപ്പോഴേക്കും അവർ രവിയുടെ വീട്ടിൽ എത്തിയിരുന്നു. രവി അവരെ സ്വാഗതം ചെയ്തു, ഭക്ഷണം കൊടുത്തു. അതുകൂടാതെ ഉറങ്ങാൻ ഒരിടവും കൊടുത്തു. മുത്തശ്ശൻ അന്ന് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശന്റെ മനസ്സിൽ ആ ഒരു ശബ്ദമായിരുന്നു, ആ ഒരു വൃദ്ധന്റെ ശബ്ദം. അതുകൂടാതെ ആ ഒരു ഇറച്ചി മുത്തശ്ശൻ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ആവുകയാണ്. രവി മുത്തശ്ശനെ 2 കാളകളെ കൊടുത്തു. അവരെ കെട്ടിയിട്ട് അവർ തിരികെ നടക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ ശാന്തത അവർക്ക് അനുഭവപ്പെട്ടു. പക്ഷേ അവർ അതേ ഗ്രാമം കടന്നു പോയപ്പോൾ ആ ഒരു വീട് വീണ്ടും നിശബ്ദമായിരുന്നു. വരാന്ത ശൂന്യമായിരുന്നു. ഒരു കാര്യം ഒഴിച്ച് ഒരു വൃദ്ധൻ
ഇപ്പോൾ അവിടെയുണ്ട്. തൂണിൽ ചാരി അയാൾ നിൽക്കുകയാണ്. അയാളുടെ കണ്ണുകൾ മുത്തശ്ശന്റെ നേരെയായിരുന്നു. അവൻ കണ്ണു ചിമ്മിയില്ല, അവൻ പുഞ്ചിരിച്ചില്ല. മുത്തശ്ശനെ തന്നെ നോക്കി അവിടെ നിൽക്കുകയായിരുന്നു. അവന്റെ പല്ലുകൾ മഞ്ഞ നിറത്തിലായിരുന്നു. അവന്റെ വായിൽ മൂലകളിൽ എന്തോ ചുവപ്പ് നിറമുണ്ടായിരുന്നു. അതെ, നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് അതേ കാര്യം തന്നെ, കൃഷ്ണൻ പറഞ്ഞു. അതെ, അത് അവനാണ്. മുത്തശ്ശൻ ഒന്നും പറഞ്ഞില്ല. മുത്തശ്ശൻ കാളകളെ കൂടുതൽ മുറുക്കെ പിടിച്ചു. വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ ഒരു ദിവസം വന്നെത്തി. മുത്തശ്ശൻ എൻ്റെ അടുത്തേക്ക് വന്ന് ആ ഒരു കാര്യം പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു അനുഭവത്തെ പറ്റി ഞാൻ അറിഞ്ഞത്. എനിക്ക് ആ ഒരു സമയത്തിൽ മുത്തശ്ശന്റെ കണ്ണുകളിലെ ആ ഒരു ഭയത്തെ പറ്റി അറിയാൻ സാധിച്ചിരുന്നു. ഈ ഒരു കഥയിലൂടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റക്ക് നടക്കുമ്പോൾ ഒരു വീട് പ്രകാശിക്കുന്നത് കണ്ടാൽ, വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടാൽ അവിടെ പോകരുത്. കാരണം എല്ലാ വീടുകളും ഒരു വീടല്ല.